നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സനാതനം കോസ്മിക്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 2025 വിഷു വർഷഫലത്തിലേക്കാണ് ഈ ഒരു അധ്യായത്തിലൂടെ കടക്കുന്നത്. പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും, പ്രത്യേകിച്ചും ഈ മാർച്ച് 29 ശനിമാറ്റത്തിൻ്റെയൊക്കെ ഒരു വിഷയങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഓരോ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളും വളരെ തീവ്രമായി കാത്തിരിക്കുന്ന ഒരു അധ്യായമാണ് ഇത് എന്ന് എനിക്ക് അറിയാം. അപ്പോൾ വിഷുഫലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രധാനമായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ പറയുന്ന ഓരോ വിഷുഫലവും ഓരോ നക്ഷത്രങ്ങളുടെ ഫലവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ നക്ഷത്രങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും ഗ്രഹനില അടിസ്ഥാനത്തിൽ പോലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം. എല്ലാവർക്കും ഇത് കൃത്യമായി വരണമെന്നില്ല, പക്ഷെ ഭൂരിഭാഗം പേർക്കും ഇത് കൃത്യമായി തന്നെ സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന നക്ഷത്രമായ അശ്വതി നക്ഷത്ര ജാതകമായിട്ടുള്ള വ്യക്തികളുടെ ഈ 2025 വിഷുവർഷ ഫലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, ഒന്ന്, വിദ്യാഭ്യാസത്തിൽ ഉന്നതി അശ്വതി നക്ഷത്ര ജാതകമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുണ്ടാകും. എന്നാൽ ഗുരുക്കന്മാരുമായി വാക്തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗുണങ്ങൾ ഏറുമെങ്കിലും ഒരുപാട് ഗുണങ്ങൾ ഈ വർഷം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഉണ്ടാവും. പക്ഷെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. വ്യാപാരത്തിൽ ലാഭം, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട്. ഗണപതി, ശിവൻ, പാർവതി എന്നിവരെ ഭജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുവാനായിട്ട്. കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ 2025 വിഷു വർഷക്കാലം നിരവധി ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ നാവിൻ്റെ പിഴ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ആവിർഭവനം കൊണ്ടോ ഗുരുക്കന്മാരുമായി വാക്തർക്കം ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. തന്മൂലം വരാനിരിക്കുന്ന ചില ഗുണാനുഭവങ്ങളൊക്കെ തട്ടിപ്പോകുവാനും അല്ലെങ്കിൽ ആ ഗുരുക്കന്മാരുടെ ഒരു ചെറിയ ശാപം നിങ്ങളിലേക്ക് വരുവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ളവരൊക്കെ തന്നെ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി വേണം ഈ ഒരു വർഷം മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. ഏതെങ്കിലും പ്രത്യേകത ഏത് വിദ്യയോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഏതെങ്കിലും ഒരു വിദ്യ നിങ്ങൾ അഭ്യസിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യ നിങ്ങൾക്ക് പകർന്നു നൽകുന്ന ഗുരുക്കന്മാരുമായിട്ട് ചെറിയ രീതിയിലുള്ള വിഷയങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിലൊക്കെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. സാമ്പത്തികപരമായിട്ട് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം ഈ ഒരു വർഷത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ സാമ്പത്തികമായിട്ട്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് സാമ്പത്തികമായി വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും. ചെറിയ ചെറിയ കടങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടുവാനും ഈ ഒരു മാസങ്ങളിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതിനുള്ളൊരു ദൈവാനുകൂല്യമൊക്കെ ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. കുടുംബപരമായിട്ട് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയായിരുന്നാലും നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള വാക്തർക്കങ്ങൾ, അതുപോലെ തന്നെ മാതൃഭാവത്തിൽ നിൽക്കുന്നവർക്കോ പിതൃഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്കോ അവരുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ പിണക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭർത്താവ്, ഭാര്യ, ഈ ഒരു ബന്ധത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് കൂടി ഈ ഒരു വർഷത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സംയമന മനോഭാവത്തോടു കൂടി, ശാന്തതയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി എല്ലാവരുമായി ഇടപഴകുകയും പെരുമാറുകയും ചെയ്യേണ്ട ഒരു വിഷു വർഷമാണ് അശ്വതിയെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. വിവാഹ സംബന്ധമായിട്ട് ഏറെ നാളുകളായിട്ട് വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷു വർഷം എന്ന് പറയുന്നത് വിവാഹത്തിന് വളരെ അനുകൂലമായ, ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സന്താന ലബ്ധിക്ക് ആഗ്രഹിക്കുന്ന സ്ത്രീകളായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതർക്കും ഈ ഒരു വിഷുവർഷം ഏറെ ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി അസാമാന്യ ബുദ്ധിശക്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും ഈ ഒരു വിഷുവർഷത്തിൽ നിങ്ങൾ ഗർഭം ധരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ഉയർച്ചയോടുകൂടി
ഒരുപാട് ജീവിതത്തിൽ ഗുണാനുഭവങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. ഉദ്യോഗപരമായിട്ട് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഉദ്യോഗത്തിന്, അതായത് നിലവിൽ ഏതെങ്കിലും ഉദ്യോഗത്തിലാണെങ്കിൽ തന്നെയും ആ ഉദ്യോഗത്തിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിക്കാൻ വളരെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ വളരെ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള വ്യക്തികളൊക്കെ ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചിനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നതായിരിക്കും. കുറച്ച് നിങ്ങളൊന്ന് പാടുപെടേണ്ടി വരും, എന്നാലും തീർച്ചയായിട്ടും അന്തിമമായ വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന, അത് ഏത് മേഖലയായിരുന്നാലും ശരി തന്നെ, പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിരവധി നല്ല സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ നിങ്ങളുടെ മേലധികാരികളുടെ ഒരു പ്രശംസയും ഒക്കെ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. പ്രണയ സംബന്ധമായിട്ട് അശ്വതിയെ സംബന്ധിച്ച് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് ഏറെ സാധ്യതയുള്ള ഒരു കാലയളവാണ് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. വ്യാപാര സംബന്ധമായിട്ട് അല്ലെങ്കിൽ വ്യാവസായിക സംബന്ധമായിട്ട് വ്യാപാരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാഭം കൊയ്യാൻ, അത് ഏത് തരത്തിലുള്ള, ഈവൻ അത് സ്മോൾ ഇൻഡസ്ട്രി ആയിക്കൊള്ളട്ടെ ലാർജ് ഇൻഡസ്ട്രി ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള വ്യാപാരത്തിലായിരുന്നാലും നിരവധി തരത്തിൽ ലാഭം കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വ്യാപാരത്തിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മേടം, ഇടവം, മിഥുനം എന്നീ മാസങ്ങളിൽ നിങ്ങൾ അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശ്രേഷ്ഠതയോടുകൂടി നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഉയർച്ചയിലേക്ക് ആ ബിസിനസ്സിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. കൃഷി, കാർഷിക സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക സംബന്ധമായിട്ടുള്ള വസ്തുതകളുമായി നിലകൊള്ളുന്ന അശ്വതി നക്ഷത്ര ജാതർക്ക് നിങ്ങൾ ഈ ഔഷധ സസ്യങ്ങളെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഒരു വർഷത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷിയോടൊപ്പം തന്നെ, നിങ്ങൾ നടത്തുന്ന ഏത് തരത്തിലുള്ള കൃഷിയോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിനോടൊപ്പം ഔഷധ സസ്യങ്ങളെ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് അതിലെന്തെങ്കിലും തരത്തിലുള്ളൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് കൂടി നോക്കിയാൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു ലാഭം ഈ ഒരു വിഷു വർഷക്കാലത്ത് തീർച്ചയായിട്ടും കൊയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യപരമായിട്ട് നിരവധി തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങൾക്ക് വരുവാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ളതും അതുപോലെ കൈകാൽ കിഴപ്പ്, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശിരസിൽ, അത് പ്രത്യേകിച്ചും ഈ ചെറിയ തലവേദനയൊക്കെ ആയിരിക്കും, പക്ഷെ അത് പിൽക്കാലത്ത് അത് കൂടി വരുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അടിസ്ഥാനപരമായിട്ടുള്ള വൈദ്യപരിശോധനകളൊക്കെ നടത്തി കൃത്യമായ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ്. ഇനി പുരുഷന്മാരായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതർക്ക് ആരോഗ്യപരമായിട്ട് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ വാഹനങ്ങളും അഗ്നിയും ഈ രണ്ട് കാര്യവുമായിട്ട് ഈ ഒരു കാലയളവിൽ ഇടപഴകുന്നവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി വേണം ഇത് ചെയ്യാൻ. അതിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, ഇപ്പോൾ വാഹനാപകടങ്ങൾ, അതുപോലെ തന്നെ തീയിൽ നിന്നും അല്ലെങ്കിൽ ഫയർ സംബന്ധമായിട്ടുള്ള, ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൊള്ളലേൽക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആരോഗ്യ വിഷയങ്ങൾ ശ്രദ്ധീകരിച്ച് മുമ്പോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ദോഷപരിഹാരാർത്ഥം അശ്വതി നക്ഷത്ര ജാതർ ഗണപതി ഭഗവാനെയും ശിവപാർവതിമാരെയും നന്നായി ഭജിക്കുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളാൽ കഴിയുന്ന ഏതെങ്കിലും ഒരു വഴിപാട് നടത്തി പോകുന്നതും വളരെ നല്ലതായിരിക്കും. വരാനിരിക്കുന്ന പല വിഷയങ്ങളെയും നിങ്ങൾക്ക് അതിൽ നിന്നും എന്താ പറയുക, നമുക്ക് ഈ വലിയ രീതിയിൽ മല പോലെ വന്നതൊക്കെ നമുക്ക് എലിപോലെ അങ്ങ് പറഞ്ഞു വിടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ ദേവതകളുടെ പ്രാർത്ഥന കൊണ്ട്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശിവകുടുംബത്തിനെ മൊത്തത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ നേടുന്നതും കൃത്യമായ മെഡിറ്റേഷൻ പാലിച്ചു വരുന്നതും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കുന്നതിന് ഗുണകരമായിരിക്കും. ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരി സഹോദരന്മാരൊക്കെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഊർജത്തിൽ പൂർണ്ണമായും അടിയുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ വിഷുവർഷത്തിൽ നിരവധി തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം അശ്വതിയെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷം എന്ന് പറയുന്നത്. പക്ഷെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ തന്നെയും ഗുണാനുഭവങ്ങളെ ഈശ്വരാരാധനയിലൂടെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വിഷു വർഷം എന്ന് പറയുന്നത്. എല്ലാ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു വിഷു വർഷക്കാലം
ശ്രീകൃഷ്ണനെ, കണ്ണനെ, ഉണ്ണിക്കണ്ണനെ കണി കണ്ടുണരുന്ന ഈ ഒരു വിഷു വർഷക്കാലം ഐശ്വര്യങ്ങളുടെയും സമൃദ്ധിയുടെയും ഒരു വർഷമായി കിട്ടട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സനാതനം കോസ്മിക്സിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.